എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? ജോൺ, ഏതാണ്ട് 2 മണിക്കൂർ കഴിയുമ്പോഴും സ്ഥിരീകരിക്കുന്ന വിവരങ്ങളായി ഇത് മാറിയിട്ടില്ല. അദ്ദേഹം മരിച്ചു എന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള പ്രാദേശിക മാധ്യമങ്ങളാണ് അവിടെ നിന്നുള്ള രഹസ്യാന്വേഷണ ഏജൻസികൾ ആദ്യം റിപ്പോർട്ട് ചെയ്തത്. തുടർന്ന് പാകിസ്ഥാനിലെ ചില മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയും ചെയ്തു. തുടർന്നാണ് വാർത്ത ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതായി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അറിഞ്ഞത്. പക്ഷേ ഇതിനെ ഇപ്പോഴും പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിട്ടില്ല. പാക് സർക്കാരുമായിട്ടും കൂടുതലായി പാക് സേനയുമായിട്ടും ISIയുമായിട്ടും വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് മസൂദ്. ഈ പുൽവാമ ആക്രമണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ സംരക്ഷണം പാക് സേന ഏറ്റെടുത്തതായി നേരത്തെ തന്നെ വിവരങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി മസൂദ് അസർ ചികിത്സയിലാണെന്നും അദ്ദേഹത്തിന് കരൾ രോഗബാധിതയാണെന്നും എഴുന്നേറ്റ് നിൽക്കാൻ പോലും സാധിക്കുന്നില്ലെന്നും വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ സർക്കാരിന് ഇദ്ദേഹത്തെ എവിടെയുണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അവർക്ക് വ്യക്തതയുള്ളതാണ്. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഇത് സ്ഥിരീകരിക്കുന്ന ഒരു നടപടികളിലേക്ക് പോയിട്ടില്ല. അടുത്ത മണിക്കൂറുകളിൽ സ്ഥിരീകരിക്കാൻ സാധ്യതയില്ല എന്നുള്ള ചില റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയിലെ ഭീകരവാദ പ്രവർത്തനങ്ങളുടെ മുഖ്യ ആസൂത്രകനാണ് മസൂദ് അസർ. ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകൻ കൂടിയായ മസൂദ് അസർ ഇന്ത്യയിലുടനീളം 2001 മുതൽ ഉള്ള ഭീകരവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വലിയ കെടുതികൾ രാജ്യത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളുടെ ആസൂത്രകൻ കൂടിയാണ് അദ്ദേഹം. പാർലമെന്റ് ആക്രമണം, മുംബൈ സ്ഫോടനം, ഒപ്പം ഇപ്പോൾ ഏറ്റവും അവസാനമുള്ള പുൽവാമ ആക്രമണം അടക്കമുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളുടെ ആസൂത്രകനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഈ കൊടും ഭീകരനെ അന്താരാഷ്ട്ര ഭീകരനായി പ്രഖ്യാപിക്കണമെന്നുള്ള ആവശ്യം ഇന്ത്യ ഉയർത്തിയിരുന്നു. ഈ ആവശ്യം ഫ്രാൻസ് പ്രമേയമായി അവതരിപ്പിക്കാനും അമേരിക്കയും ഇംഗ്ലണ്ടും പിന്താങ്ങാനും തീരുമാനിച്ചിരിക്കുന്ന ഒരു സമയമാണ്. ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിൽ ഈ പ്രമേയം അടുത്ത ദിവസം ചർച്ചയ്ക്കായി എത്തുകയും ചെയ്യുന്നുണ്ട്. ചൈന കൂടി പിന്തുണയ്ക്കുമെന്നുള്ള സൂചനകൾ കൂടി നിലനിൽക്കുകയാണ്. ഇപ്പോൾ മസൂദ് അസർ പാകിസ്ഥാനിൽ ഉണ്ടെന്ന് പാകിസ്ഥാൻ സർക്കാരിന്റെ സ്ഥിരീകരണമുണ്ടായ മസൂദ് അസർ മരിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ശരി രാധാകൃഷ്ണൻ, അത്തരത്തിൽ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോഴും പുറത്തുവരുന്നത്. വരും മണിക്കൂറുകളിൽ ഈ വാർത്തയ്ക്ക് ഒരു